പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ 9-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ പറയുന്നതായ ഡിസലേഷൻസ് അഥവാ ശൂന്യകാലങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ശൂന്യകാലത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ കണ്ടോ, നെബൂഖദ്നേസർ ടു എഴുതിയതിൽ ദാനിയേലിൻ്റെ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ആണ് ഡിസൊലേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് ഡിസൊലേഷൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഡിസൊലേഷൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലല്ലേ, അപ്പോൾ ഒരെണ്ണം കൂടി കാണണം മിനിമം. അപ്പോൾ അത് വരുന്നത് നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാനിയേൽസ് 70th വീക്ക് എന്ന് പറയുന്നില്ലേ, ഒരാഴ്ചവട്ടം, അതായത് 7 കൊല്ലം. ആ കാലഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ ഡിസൊലേഷൻ ഉണ്ടാകുന്നത്, ശൂന്യകാലം ഉണ്ടാകുന്നത്. അപ്പോൾ ദാനിയേൽ 9:26 എന്താ പറയുന്നത്? ആൻഡ് ആഫ്റ്റർ 62 weeks ഷാൽ മെഷിയ ബി കട്ട് ഓഫ്, ബട്ട് നോട്ട് ഫോർ ഹിംസെൽഫ്, ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ദാറ്റ് ഷാൽ കം ഷാൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് ദ സാങ്ച്വറി, ആൻഡ് ദ എൻഡ് thereof shall be with the flood, and unto the end of the war desolations are determined. ഈ ചിത്രത്തിൽ നമ്മൾ തിരിച്ചു പോവാണ്. 69 ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷം 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ കാലം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിലാണ് സംഭവിക്കണേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വർഷം തന്നെ ആയിരിക്കും, പക്ഷേ ആ സമയം കുറഞ്ഞു പോകുന്ന കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊക്കെ എവിടെയാണെന്ന് എടുക്കാം. Matthew 24:22. And except those days should be shortened, there should be no flesh be saved, but for the elect's sake those days shall be shortened. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ സമയം കുറയ്ക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല, കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ആരും കാണില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം ചുരുക്കുന്നു എന്നാണ് കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് കുറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. There are 2 ways for the reduction of light of sun, moon and stars. 1/3. ആ 3-1 കുറയുന്നത് പറയുന്ന വാക്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവലേഷൻ 8-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് പറയുന്നത്. The 4th angel sounded, and the 3rd part of the sun was smitten, and the 3rd part of moon, and the 3rd part of stars. So as the 3rd part of them was darkened, and the same shone not for a 3rd part of it, and the night likewise. എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും 1/3 വെളിച്ചം കുറഞ്ഞതോടുകൂടി ഡേയും നൈറ്റും കുറയുന്നുണ്ട്. ഡേയും നൈറ്റും കുറയുക എന്ന് പറയുമ്പോൾ അത് ഇതിലെങ്ങനെ കുറയണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പല ആൾക്കാരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂര്യൻ്റെ വെളിച്ചം അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് എന്നാണ് പറയുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ ലൈറ്റ് മാത്രം കുറയുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ വചനം അനുസരിച്ച് അത് ശരിയാവാൻ വഴിയില്ല. അത് കുറയും. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേയും നൈറ്റ് 1/3 കുറയണമെങ്കിൽ ദിവസത്തിൻ്റെ മൊത്തം ടൈം കുറയണില്ലേ? 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയാണ്. അത് 1/3 നൈറ്റും 1/3 ഡേയും കുറയുമ്പോൾ എത്രയായി? 12 × 2/3 8. നൈറ്റും 12 × 2/3 ഡേയും. അപ്പോൾ ഡേയും നൈറ്റും 1/3 കുറയുമ്പോൾ 8 മണിക്കൂറായി കുറഞ്ഞു. അപ്പോൾ അത് 16 മണിക്കൂറിൻ്റെ ദിവസമായിട്ട് മാറും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ വചനം കൃത്യമായിട്ട് ശരിയാവുകയുള്ളൂ. അല്ലാതെ ഡേ മാത്രം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആകില്ല. ഡേയും നൈറ്റും കുറയണം എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ സ്പിന്നിങ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇതേമാതിരി സംഭവിക്കും. എന്നാൽ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് 365 ദിവസം കൊണ്ടാണ് ഒരു വർഷം കറങ്ങിത്തീരുന്നത്. ആ കറങ്ങിത്തീരുന്നത് ഈ ടേണിങ് കൂടുതലായതുകൊണ്ട് എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വർഷത്തിൽ ദിവസങ്ങളുടെ എണ്ണം കൂടി വരും. അപ്പോൾ ദിവസം മാറാൻ പാടില്ല. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഈ സ്പിന്നിങ് സ്പീഡ് കൂടുന്നതോടൊപ്പം ഇതിൻ്റെ റിവോൾവിങ് സ്പീഡും കൂടും. അപ്പോൾ 365 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വർഷം ഭൂമി സൂര്യനെ ചുറ്റി തീർന്നിരിക്കും. ചന്ദ്രനും അതുപോലെ തന്നെ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം മൊത്തത്തിലൊരു മാറ്റം വരും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഒരാളും ഇത് പറയണത് ഞാൻ കേട്ടിട്ടില്ല. വചനം ശരിക്കും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇതിലൊരു പ്രോബ്ലം വരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് പ്രോബ്ലം ഇല്ല, ജാതികൾക്ക് അതിന് പ്രോബ്ലം വരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ലൂക്കോസ് 21 25 26 വാക്യങ്ങൾ എന്ത് എഴുതിയിരിക്കണേ? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളും ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. അത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യം. അപ്പൊ ഇതിൽ 3 ലക്ഷ്യങ്ങൾ ഓൾറെഡി ഉണ്ടായില്ലേ? ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇതിനെന്താ കാരണം? ഭൂമി ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നു, വർഷങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്ന രീതിയിലുള്ള എല്ലാ മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാണ്. എന്നാൽ ദൈവമക്കളായ നമ്മൾക്ക് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, വചനം കൃത്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പലരും പറയണത് അങ്ങനെയല്ല, ആകാശത്തിലെ ഓസോൺ പാളി ഇളകി കഴിഞ്ഞു, അതാണ് ശരിക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ, മറ്റേ കുറേ സ്പിയറുകളുണ്ട്, ആ സ്പിയറുകളെല്ലാം ചേഞ്ച് വരുന്നു, അതാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതല്ല, ഇത് പ്രത്യക്ഷത്തിലുള്ളൊരു അടയാളമാണ്. മറ്റൊന്നും നമുക്ക് നേരെ കാണാൻ പറ്റില്ല. ഈ വാന നിരീക്ഷണം നടത്തുന്ന ആൾക്കാർ ഇൻസ്ട്രുമെന്റ്സും ടെലിസ്കോപ്പും ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് കാണാൻ പോലും പറ്റില്ല. ഇത് വളരെ പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു അടയാളമാണ്. ഈ വചനം എഴുതിയ സമയത്ത് കർത്താവ് യേശുമിശിഹ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവരെ എഴുതി. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൽ എഴുതിയിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കാണില്ലായിരിക്കും. വചനം വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ജാതികൾക്കത് മനസ്സിലാകില്ല. അവർ വചനം വായിക്കുന്നില്ല, അവർക്കത് അറിയാൻ വേണ്ട. വളരെയധികം ഭാരപ്പെട്ട് ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോകണോ, എല്ലാം കൂടി അങ്ങോട്ട് ഇല്ലാണ്ടാവണമെന്ന് തോന്നിപ്പോകുന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അത് എപ്പോഴാണ് സംഭവിക്കണേ? 4ാമത്തെ കാഹളം ഊതുമ്പോഴാണ് സംഭവിക്കണത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ എഴുതി എടുത്തപ്പോഴേക്കാണ് ആൻഡ് ദ 4th ഏഞ്ചൽ സൗണ്ടഡ്. അപ്പോഴാണ് ഈ തേർഡ് പാർട്ട് ഈ സംഗതി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ നോക്കി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 4, 3, 7 മുദ്രകൾ, 6, 1, 7 കാഹളം. ഇതിൽ 4ാമത്തെ മുദ്ര വരെ തുറന്നു, 5ാമത്തെ തുറന്നോ നമുക്കറിയില്ല. അപ്പോൾ ഇവിടം വരെ ആയി നിൽക്കുകയാണ്. 2019 ഉണ്ടാക്കിയ കണക്കാണ്. ഇപ്പം ഇത് തുറന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് തുറന്നില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1, 2, 3 കാഹളം കഴിഞ്ഞ് 4ാമത്തെ കാഹളം വരുമ്പോഴാണ് ഈ മാതിരി യൂണിവേഴ്സ് മൊത്തം ഇങ്ങനെ ചേഞ്ച് വരുന്നതായിട്ടുള്ള രീതിയിലുള്ളത് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോഴും അന്തിക്രിസ്തു വന്നിട്ടില്ല. അന്തിക്രിസ്തു അപ്പോഴും വരുന്നത് എപ്പോഴാണ്? 6ാമത്തെ കാഹളം ഊതിയതിന് ശേഷം ഉണ്ടാവുന്നത്. 4ാമത്തെ കാഹളം ഊതുമ്പോൾ ഈ മാതിരിയുള്ള ഭൂമിക്കും ചന്ദ്രനും എല്ലാം വ്യത്യാസങ്ങൾ വന്നു എന്ന് പറഞ്ഞ സ്പീഡൊക്കെ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ കാഹളം ഊതുമ്പോൾ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവി, തേളിനെ പോലെ പറക്കുന്ന ഒരു ജീവി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അന്തിക്രിസ്തു വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഭീകരമായിട്ടുള്ള ഒരു ഭൂമിയിൽ 1/3 ആൾക്കാർ മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു യുദ്ധമുണ്ടാവും. അന്തിക്രിസ്തു വരുന്നത് ഈ 6ാമത്തെ കാഹളത്തിന് ശേഷമാണ്. ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? 4ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്തിക്രിസ്തുവിന്റെ കാലം കംപ്ലീറ്റ് ഈ മാതിരി ഉള്ള സംഗതി ഉണ്ടാവും. അത് ഉണ്ടാവാനുള്ള കാരണം ദൈവം പറഞ്ഞത് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. നമ്മൾ എന്താ വായിച്ചത്? അത് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളും ബാക്കി ഉണ്ടാവില്ല എന്ന് മത്തായി 24-22 പറയുന്നുണ്ട്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഡിസൊലേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശൂന്യകാലം 7 വർഷം എന്ന് പറയുന്നതിൻ്റെ ടൈം ഷോർട്ടൻ ചെയ്യും. പക്ഷേ ഇയേഴ്സ് എന്ന് പറയുന്നത് 7 വർഷം കുറയാൻ പോകുന്നില്ല. ഇയേഴ്സ് അത് തന്നെയാണ്. കാരണം വചനം അങ്ങോട്ട് കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഡാനിയേൽ 9:27 എടുക്കാം. ആൻഡ് ഹി ഷാൽ കൺഫേം ദ കവനന്റ് വിത്ത് മെനി ഫോർ 1 വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. ആ 7 വർഷം എന്ന് പറയുന്നതിന് മാറ്റം വരാൻ പാടില്ല. അതുകൊണ്ട് ഈ വചനം അനുസരിച്ച് 7 കൊല്ലമാണ്. അപ്പോൾ കോൺട്രാക്ഷൻ ഒരു സ്ഥലത്തുമില്ല. 7 വർഷം എന്നുള്ളത് ശരിയായി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തേർഡ് പാർട്ട് ഓഫ് ദ സ്റ്റാർസ്, മൂൺ, സൺ, മൂൺ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞത് കുറഞ്ഞെന്നുള്ളത് ശരിയായി.